മൈൻക്രാഫ്റ്റ് കളിക്കാനായിട്ടാണ് ഗേസ്. നമ്മൾ മൈൻക്രാഫ്റ്റ് കളിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് ഗേസ്. ഓക്കെ ഗേസ്, നമുക്ക് എന്തായാലും നേരെ വീടിലോട്ട് പോവാം. നമുക്ക് എന്തായാലും ഈ ഒരു മരം പൊട്ടിച്ചിട്ട് നമ്മുടെ വീഡിയോ അങ്ങ് തുടങ്ങാം ഗേസ്. ഓക്കെ ഗേസ്, നമ്മളങ്ങനെ മരം പൊട്ടിച്ചിട്ടുണ്ട് ഗേസ്. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ എന്തായാലും മരം എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാരെ ട്രിക്കാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മനസ്സിലാവും. അതേ ഗേസ്, മനസ്സിലാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. ഇത് സുധി എന്ന് പറഞ്ഞ ഒരു മൈൻക്രാഫ്റ്റ് പ്ലെയറിൻ്റെ ട്രിക്കാണ് ഗേസ്. ഓക്കെ, അവൻ എങ്ങനെയാണ് ഗേസ് എൻഡർ ഡ്രാഗനെ കൊണ്ടുവന്നിട്ട് എൻഡർ ഡ്രാഗൻ്റെ എഗ്ഗ് വയ്ക്കാൻ വേണ്ടി ഒരു മരം മാറ്റി വെച്ചിരിക്കും. അത് കണ്ടിട്ട് ഞാനും ഇനി മുതൽ അങ്ങനെ ചെയ്യാൻ വിചാരിച്ച് ഗേസ്. നമുക്ക് എന്തായാലും വുഡൊക്കെ മൈൻ ചെയ്തൊക്കെ എടുത്തോണ്ട് പോവാം ഗേസ്. ഇത് ശരിയാവും ഗേസ്. ഇത് ഓണാക്കിയിടാൻ ഞാൻ മറന്നു പോയതുകൊണ്ടാണ് ഗേസ് അവർ മനസ്സിലായത്. ഈ നടുക്കിലുള്ള ആ ഒരു സ്പീഡ് കൺട്രോൾ ഓണാക്കാൻ മറന്നുപോയി, അതാണ് പ്രശ്നമായത്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ അത് ഓണാക്കിയിട്ടുണ്ട്. നമുക്കെന്തായാലും ഈ ഒരു ഗേസ് നമുക്കെന്തായാലും ഈ പ്ലാങ്ക് ഒക്കെ എടുക്കാം. അല്ല ഓക്കെ ഗേസ്, നമ്മളാണെങ്കിൽ ഇത് മറ്റേ വുഡെല്ലാം പ്ലാങ്ക് ആക്കിയിട്ടുണ്ട്. നമുക്കിനി ഒരു ചെറിയൊരു പിക്കാക്സ് ഉണ്ടാക്കാം ഗേസ്. തുടക്കക്കാർക്ക് വേണ്ടി പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അയ്യോ ഗേസ്, ഫസ്റ്റ് നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിളാണ് ഉണ്ടാക്കേണ്ടത്. ഞാൻ മണ്ടത്തരമാണ് കാണിച്ചത്. അത് കുഴപ്പമൊന്നുമില്ല, നമുക്കിനിയും വുഡ് കിട്ടും ഗേസ്. ഗേസ് ചെറിയ ലാഗ് അടിച്ചാണ് ഗേസ്. നമുക്കിനി ഒരു പിക്കാക്സ് ഉണ്ടാക്കണം ഗേസ്. പിക്കാക്സ് ഉണ്ടാക്കിയാൽ നമ്മൾ നേരെ പോയിട്ട് സ്റ്റോൺ മൈൻ ചെയ്യണം ഗേസ്. ഒക്കെ എന്തായാലും ഇവിടെ നമ്മൾ കുഴിച്ച് താഴോട്ട് പോവാം ഗേസ്. നമ്മളെ സ്കിന്നിന് ഇഷ്ടപ്പെട്ട ലൈക്ക് തരണം ഗേസ്. പിന്നെ ഈ സീഡ്, നമ്മളിപ്പോൾ കളിക്കണ സീഡ് ഡൗൺലോഡ് നിങ്ങൾക്ക് കളിക്കണമെങ്കിൽ കളിക്കാം. കാരണം ഇത് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ സീഡാണ്. ഞാൻ അതിന് മുമ്പ് 1.19 എപ്പോഴോ ഇരിക്കാം, ഇല്ല 1.20 അത്രയൊക്കെ തന്നെ ആ സമയത്ത് കളിച്ചിട്ടുണ്ട്, ആ ഒരു വെർഷനിൽ. അതിന് ശേഷം ഇപ്പോഴാണ് ഓപ്പൺ ചെയ്തത്. ഈ സീഡ് എനിക്ക് എപ്പോഴും ഓർമ്മയുള്ളൊരു സീഡാണ്. അതുകൊണ്ട് പിന്നെ ഇത് എവിടെയോ ഞാൻ സേവ് ചെയ്തിട്ടിട്ടുണ്ട്, അങ്ങനെയാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് ഗേസ്. കുറച്ച് ഞാൻ കല്ലൊക്കെ എടുത്തിട്ടുണ്ട് ഗേസ്. ആപ്പിൾ കിട്ടി, ആപ്പിൾ. ഓക്കെ, ആപ്പിൾ തിന്നാം, ഇനി ആപ്പിൾ തിന്നാം. ഇത് നമുക്ക് ബേസിക് ടൂൾസൊക്കെ ഉണ്ടാക്കാം. അയ്യോ ഇതെന്ത്? ഓക്കെ ഗേസ്, നമുക്ക് ഇതില്ല. ഇത് എന്താ ഇതിൻ്റെ പേര്? സ്റ്റിക്ക് കുറഞ്ഞു പോവും, സ്റ്റിക്കൊക്കെ സൂക്ഷിച്ചുപയോഗിക്കണം ഗേസ്. നമുക്ക് ഷവൽ ഉണ്ടാക്കണമില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കുഴപ്പമില്ല. നമുക്ക് ഇത്രയും വെച്ച് തന്നെ കളിക്കാം നമ്മുടെ ഗേസ്. നമുക്ക് എന്തായാലും ആപ്പിൾ അങ്ങ് തിന്നാം. ഫസ്റ്റ് നമ്മൾ തിന്നത് ആപ്പിളാണ്. നമുക്കിന്നതാ ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ അങ്ങ് പൊട്ടിച്ചേക്കാം. ഓക്കെ ഗേസ്, ക്രാഫ്റ്റിംഗ് ടേബിൾ പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് രാത്രി കിടക്കാൻ ബെഡൊക്കെ വേണ്ടേ ഗേസ്. നമുക്കിവിടെ സ്റ്റിക്ക് കിട്ടി, നമുക്കപ്പോൾ ഒരു ഷവലും കൂടെ ഉണ്ടാക്കാം. ഓക്കെ ഗേസ്, നമുക്ക് അങ്ങനെ ഫുഡിൻ്റെയും കൂടെ കിട്ടിയിട്ടുണ്ട് ഗേസ്. ഫുഡൊന്നും വേണ്ട ഗേസ്, അങ്ങനെയല്ല, ബെഡൊന്നും വേണ്ട. അടുത്ത് വില്ലേജ് ഉണ്ട്, നമുക്ക് അവിടെ പോവാം. എന്നാലും ബെഡ് എങ്ങനെ ഉണ്ടാക്കുന്ന ഒരു ബിഗിനേഴ്സിനെ അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം ബെഡ് എങ്ങനെയാണെന്ന്. ഒരു 3 വൂളും 3 പ്ലാങ്കും ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ കൊടുത്തിരിക്കാം. ഗേസ് അവിടെ ഒരു മരം നിൽപ്പുണ്ട്, നമുക്ക് അതിനെ പോയി മുറിക്കൂ. ഇവിടെ കുഴപ്പമൊന്നുമില്ല ഗേസ്. ഇവിടെ നല്ല അയണ് കിട്ടുമെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് ഗേസ്. അതാണ് നമ്മളെ വില്ലേജ്. എൻ്റെ പൊന്നോ, ഇത് ഹാർഡ് കോർ ആയിരുന്നെങ്കിലുള്ള അവസ്ഥ ഗേസ്. ഓക്കെ ഗേസ്, നമ്മളങ്ങനെ വില്ലേജിലോട്ട് എത്തിയിട്ടുണ്ട്. ആ മരം പിന്നെ എപ്പോഴേലും മുറിക്കാം ഗേസ്. നമുക്കിനി വില്ലേജിൽ എന്തൊക്കെ ഉണ്ടോ നോക്കാം ഗേസ്. ഇവിടെ ബീട്രൂട്ടും വീറ്റും ആണുള്ളത്. ഓക്കെ, വീട്ടിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം ഗേസ്. അയ്യോ എന്തോ മതി ഗേസ്. ഇവിടെ ബ്ലാക്ക് സ്മിത്ത് ഉണ്ടോയെന്ന് നോക്കണം ഗേസ്. ഞാൻ ആ സമയത്ത് ബ്ലാക്ക് സ്മിത്ത് ഉണ്ടായിരുന്നു, അവൻ്റെ അയൺ ആർമറൊക്കെ ഉണ്ടായിരുന്നു ഗേസ്. ഇപ്പോൾ ബ്ലാക്ക് സ്മിത്ത് ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഉണ്ടെങ്കിൽ അയൺ ആർമറൊക്കെ തന്നെ ആയിരിക്കും. അയൺ ആർമറും ബ്രെഡും ഒക്കെ തന്നെ കാണും, വേറെ ഒന്നും കാണില്ല ഗേസ്. നമുക്ക് എന്തായാലും ബ്ലാക്ക് സ്മിത്ത് ഉണ്ടോ നോക്കാം. നോക്കി ഗേസ്. അതേടാ, ഇവിടെ തന്നെ ആ പ്ലേസ് കറക്റ്റ് സ്ഥലം. എനിക്ക് അയൺ ആർമർ ഇപ്പം തന്നെ കിട്ടും ഗേസ്. ഫസ്റ്റ് രാത്രി ആവാൻ പോവാണ്. അയൺ ആർമറേ വടാ, അടിച്ചു കയറി വാ. ഒരു
ചെസ്റ്റ് പ്ലേറ്റും 6 ഡയമണ്ടും ഇതിവിടെ ഇരിക്കട്ടെ. എന്തായാലും തൽക്കാലത്തൊരു ഗേസ് ലക്കി സീഡ് ഗേസ്. പക്ഷെ അന്നാണെങ്കിൽ നമുക്ക് ഫുൾ ആർമർ കിട്ടുമായിരുന്നു. ഫുൾ ആർമറാണോ അത് ലെഗും ചെസ്റ്റ് പ്ലേറ്റും ലെഗിൻസും ആണോ എന്നൊരു ഡൗട്ടുണ്ട്. ഞാൻ ഇവിടെയാണ് അപ്പോൾ കിടന്നിരുന്നത്. അയ്യോ ഞാൻ എന്തൊരു സ്ട്രിപ്പ് ചെയ്ത് കളഞ്ഞ്. നമുക്കെന്തായാലും ഇപ്പോൾ ഇറങ്ങിപ്പോടാ. ഓക്കെ യെസ്, നമ്മൾ ഈ വേൾഡിൽ വന്നിട്ട് ആദ്യത്തെ രാത്രിയാണ്. നമ്മളെന്തായാലും ഉറങ്ങിക്കൊണ്ട് തന്നെ ആ ഒരു രാത്രി സ്കിപ്പ് ചെയ്ത് അങ്ങോട്ട് എവിടെയോ ഒരു വില്ലേജ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് യെസ്. നമുക്ക് ബാക്കിയൊന്നും എനിക്ക് അറിഞ്ഞുകൊണ്ട് ഇത്രയൊക്കെ തന്നെ അറിയാം. ഓ നോ അതുവഴി അങ്ങ് പോവാം. അവനെ പോയി അടിക്കണ്ട യെസ്. നമുക്കിനി ഇന്നത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഫുഡ് എടുത്തിട്ടേ നമുക്കങ്ങ് പോവാം. നമുക്കൊരു പെട്ടെന്ന് തന്നെ ഡ്രാഗണെ കൊല്ലണം. ഡ്രാഗണെ കൊന്നിട്ട് ഉടനെ ഈ ഒരു സീരീസ് നിർത്തണോ വേണ്ടതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. അല്ലാതെ എപ്പിസോഡ്സായിട്ട് നമുക്ക് ഇടാം. അല്ലാതെ വേറെ നോ എങ്കിൽ എന്തായാലും നമുക്കേ ഒരു വീട് നമ്മളുടെ ഇതാക്കാം അല്ലേ. അത് മതി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് അയ്യോ ഇവിടെ ഉണ്ട്. നിങ്ങൾക്കും മനസ്സിലേക്കാണോ അതേതാണ്? ഹി ബ്ലാക്ക് സ്മിത്ത്. നമുക്കിതങ്ങ് നമ്മളെ വീടാക്കാം. ആരും ഇല്ലല്ലോ, അവിടെയാണ് എല്ലാവരും. നമുക്കിന്ന് നൈസായിട്ട് ഇവിടെ ക്രാഫ്റ്റിംഗ് ടേബിൾ വയ്ക്കാം. ഇതിന് എൻ്റെ വീട് ഇവിടെ ഇറങ്ങിപ്പോടാം. അയ്യോ അവിടെ നിന്നാണ് കുഴപ്പമില്ല. അവനാണ് ഗീസ് നമുക്ക് ഡയമണ്ടൊക്കെ മൈൻ ചെയ്തുകൊണ്ട് വെച്ചത്. പാവം ഗീസ്. നമുക്ക് കുറച്ച് വുഡിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ഇവിടെ നശിപ്പിക്കുന്നില്ല, അങ്ങ് പോയാലോ വുഡ് എടുക്കാം. ഗീസ് നമ്മുടെ ഫുഡ് തീർന്നിട്ടുണ്ട്. നമ്മൾക്ക് ഫുഡ് ഉണ്ട് കയ്യിൽ. നമുക്ക് ഫുഡൊക്കെ തിന്ന് നന്നായിട്ട് പോവാം ഗീസ്. നമുക്കിത് ആ മരമാണ് വെട്ടാനുള്ളത്. ആ മരം ആ ഒരു +point ഇരിക്കുന്ന മരം ഗീസ്. നമ്മൾ എന്തിനാണ് ഇപ്പോൾ മരം വെട്ടാൻ പോകുന്നത്? അയ്യോ മറന്നല്ലോ. ഇപ്പോൾ എല്ലാം വീണാണ് കളിക്കണത്. എനിക്ക് കളിക്കാൻ അയ്യോ ഓ എത്ര പ്രോയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് പ്രശ്നം. എന്താണോ ഭയങ്കര എൻ്റെ പൊന്നോ, ഇത് എന്തൊരു കഷ്ടം. നമ്മൾ എങ്ങനെയൊക്കെയോ മുകളിൽ കയറിയിട്ടുണ്ട്. ഒരു മരം വെട്ടാൻ വേണ്ടി എന്തൊരു കഷ്ടപ്പെടാം നമുക്ക്. അവിടെ ഒരു സ്റ്റെപ്പ് പോലും വെച്ചിട്ടില്ല അവന്മാർ മരത്തിൻ്റെ അടുത്ത്. ഗീസ് നമ്മളങ്ങനെ വിജയിച്ചു. അവിടെ ആരാ നിൽക്കണമെന്ന് നോക്കാം. നമ്മൾ കണ്ടതിൽ വെച്ച് ആദ്യത്തെ സോംബി. അവനെ അടിക്കണം. വേണ്ട, ചുമ്മാ നിന്നോട്ട് പാവം. നമ്മളങ്ങനെ മരമൊക്കെ വെട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ ബെഡ് ഉണ്ടാക്കാൻ നീയും വേണ്ടേടാ. ഗീസ് നമുക്കങ്ങനെ ബെഡ് ഉണ്ടാക്കേണ്ടതെല്ലാം ആയെന്ന് വിചാരിച്ച് പുഞ്ചുമ്മു. ആരുടെ ഇവിടെ വീട് കൊണ്ടുവച്ച് ഗീസ്. അപ്പം ഇവിടെ ഇതില്ലായിരുന്നു കേട്ടോ, സത്യമായിട്ട് ഇതില്ലായിരുന്നു. നമ്മളിപ്പോൾ തന്നെ 3 ബോളായ ഇവിടെ പോതെ എന്നാ പശുക്കൂട്ടിൽ ഞാൻ കയറിയിരിക്കുന്നു. എന്തൊരു കഷ്ടം. ഗീസ് നമുക്കിനെ നേരെ അങ്ങോട്ട് വെച്ച് ചാടി പിടിച്ചോണ്ട് ഓടാം. അയ്യോ ഗീസ് ഡാമേജ് കിട്ടിയിട്ടുണ്ട്. ഗീസ് നമുക്കിൻ്റെ ബെഡ് ഉണ്ടാക്കണം. ഗീസ് ബെഡ് ഉണ്ടാക്കേണ്ട റെസിപ്പി ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് ഇതാ 3 ഊൾ എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് വെക്കണം. ഒന്നിവിടെ ഒന്നിവിടെ. അയ്യോ മാറിപ്പോണം. മൗസ് ആയിരുന്നു കറക്റ്റായിട്ട് കിട്ടുമായിരുന്നു. ഇപ്പം ബെഡ്റോക്ക് എഡിഷൻ ആയതുകൊണ്ടാണ്. നോ ഗീസ്. ഫസ്റ്റ് വൂളല്ല വെക്കേണ്ട. ഫസ്റ്റ് നിങ്ങൾ വുഡ് പ്ലാങ്ക് ആക്കണം. എന്ത് ചെയ്യാം ഗീസ്, 2-3 വർഷമായിട്ട് മൈൻക്രാഫ്റ്റ് കളിക്കണം, എന്നിട്ടും കറക്റ്റായിട്ടൊന്നും അറിഞ്ഞൂടാ. അവിടെ തന്നെ ഇരുന്നു ഗീസ്. ഇനിതാ ഇവിടെ ഒന്ന് ഇങ്ങനെ വെക്കണം. എന്നിട്ട് അപ്പോൾ ബെഡ് കിട്ടും. ബെഡിന് കളർ മാറ്റണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ഒരു ഡൈയും കൂടെ ചെയ്തിട്ട് അങ്ങനെ വെച്ചാലും മതി.
കേസ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് വെക്കാം അല്ലേ? ആ കേസ് അത് ചെയ്യാം, അത് കൊള്ളായിരിക്കും, സീനായിരിക്കും. മുകളിലോട്ട് ഇന്ന് വെക്കണം, എന്തായാലും വെക്കാൻ. അയ്യോ ഷെടാ കളഞ്ഞ്. നമുക്ക് അയ്യോ സോറി, നമുക്ക് ഒരു ലാഡർ വെക്കാം. ഗേസ് നമുക്ക് 6 എണ്ണമേ കിട്ടിയുള്ളൂ ഗേസ്, എന്തൊരു ചീറ്റിംഗ് ആണ്. നമുക്ക് 3 എണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ. എന്തായാലും കുഴപ്പമില്ല, കിട്ടിയതിൽ സന്തോഷം. അവിടെ പോയോ എന്തോ? ഗേസ് നമുക്ക് ഇവിടെയും കൂടെ വെച്ചിട്ട് ഓക്കെ, നമ്മളിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് ഗേസ്. നമുക്കിനി ഇതിൻ്റെ മുകളിൽ ഇരുന്ന് സീനറി ആസ്വദിക്കാം. ഓ ഓ ഞാനാണ് ഇവിടുത്തെ രാജാവ്. നമുക്കിനി അകത്തോട്ട് തന്നെ പോവാം. ഒരു കാര്യം ചെയ്യാനുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അത് വളരെ ചീപ്പായിട്ടുള്ളൊരു സാധനമാണ്, പക്ഷെ അതിൻ്റെ ഉപയോഗം വളരെ വലുതാണ്. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പ്രഷർ പ്ലേറ്റ്. ഇതാ ഈ ഒരു സാധനം വെറും 2 പ്ലാങ്ക് മാത്രം മതി. അതിതാ ഇതിൻ്റെ ഇവിടെ വെച്ചാണ്ടല്ല, നിങ്ങളുടെ ഡോർ ഓട്ടോമാറ്റിക് ആക്കാം. ഇവിടെയാണ് വെക്കേണ്ടത്. പുറത്ത് കൊണ്ട് വെച്ചാൽ സോംബി കയറിങ്ങ് വരും. ഇതാ ഇവിടെ വെക്കണമെങ്കിൽ അതുവഴി പോണ സോംബി ഇത് വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ തുറക്കും. അപ്പം അവൻ അങ്ങനെ കയറി പോവാം. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ അവിടെ ആണെങ്കിൽ ഡയമണ്ടൊക്കെ കൊണ്ട് ഓടി വരും. രാത്രി ആയിരിക്കും, നമ്മൾ പെട്ടെന്ന് ഇതിന് ഓടി വരും. തൊട്ട് പിറകെ ചെറിയ സോംബിയും കൂടെ വരും. നമ്മളിവിടെ കയറിയിട്ട് ഇതാ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതില്ലാതെ ഇപ്പം നമ്മൾ ഇങ്ങനെ അടച്ചും തുറന്നു ഇങ്ങനെ അയ്യൻ്റെ മുമ്പ് എന്ന് പറഞ്ഞിട്ട് അവസാനം അടയ്ക്കണ സമയം കൊണ്ട് സോംബിങ് അകത്ത് വരും. നമ്മുടെ ഡയമണ്ട് എടുത്തുകൊണ്ട് അത് പോകും. അതുകൊണ്ട് ഈ പ്രഷർ പ്ലേറ്റ് എന്തായാലും വെക്കണം. ഗേസ് നമുക്ക് എന്തായാലും വീടിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. ചെറിയ വീടായതുകൊണ്ട് നമുക്ക് സ്ഥലമൊന്നുമില്ല, നമുക്ക് വേറെ വലിയ വീട് വെക്കുക. ജസ്റ്റ് ഒന്ന് ഇതിന് വേണ്ടിയാണ് ഗേസ്. ഓക്കെ ഗേസ്, എൻ്റെ ഓക്കെ ഗേസ്, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഗേസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എടാ പച്ചക്കോട്ടെ പറയടാ, ഗ്രീൻ കോട്ടെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ പറയൂലടോ യു. അപ്പോൾ ബൈ.